അടിപൊളി കുനാഫയാണ്. കുനാഫ ഒരു അറബിക് സ്വീറ്റാണ്, എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു സ്വീറ്റ് ആയിരിക്കും. ഇപ്പോൾ കുനാഫ ഡോ കിട്ടിയാൽ ഓവനൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് കുനാഫ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. നമ്മളിതാ കുനാഫ ഡോ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിക്ക വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ കുനാഫ ഡോ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒരു പാക്ക് എടുത്താൽ ഞാനിപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. പകുതി ഇങ്ങ് മുറിച്ചെടുക്കുകയാണ്. ബാക്കി നമ്മൾ അതേപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാം. ഞാൻ പകുതി എടുത്തിട്ടുണ്ട്. ഇനി അത് ആ പഴയ പാക്ക് തന്നെ ആക്കിയിട്ട് ആ കവറിലിട്ട് നല്ലതായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിക്കുകയാണ്. നമ്മൾ കുനാഫ ഡോ സൂക്ഷിക്കേണ്ടത് ഫ്രീസറിലാണ്. ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പേയൊക്കെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് തന്നെ അരിയാണ്. ചിലരൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് കുറച്ചും കൂടി നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നിയത്. കുറച്ചൊരു കട്ടിയുള്ളൊരു സംഭവമാണ്. നമ്മൾ കൈ വെച്ചിട്ടൊന്നും മുറിച്ചാലും മുറിയില്ല. അപ്പോൾ മിക്സിയിലിട്ടിട്ട് അടിച്ചാലും മതി. ഇപ്പം ഞാൻ എല്ലാം മുറിച്ചിട്ട് ഇതാ ഇങ്ങനെ വേറിട്ട് എടുത്തിട്ടുണ്ട്. കട്ടയായിട്ട് നിൽക്കും. ഇതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അമൂലിൻ്റെ ബട്ടർ. ഇനി നമ്മളതൊന്ന് ഉരുക്കിയെടുക്കണം. മൊത്തത്തിൽ തന്നെ വേണം, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോലും ഇത്രയും ഉണ്ടായിരുന്നാൽ നല്ലതാണ്. നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഉരുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ കുനാഫയുടെ എല്ലായിടത്തേക്കും എത്തില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് ഉരുക്കിയെടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. തിളച്ച് തൂവാതെ നോക്കണം. നന്നായിട്ട് ഉരുക്കിയെടുത്ത ബട്ടർ നമ്മൾ ഈ കുനാഫ ഇങ്ങനെ മുറിച്ച് വെച്ചതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ബട്ടർ ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തിക്കണം. ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തേക്കും ബട്ടർ എത്തണം. ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കാൻ പാടില്ല. എല്ലായിടത്തും കൈ വെച്ചിട്ട് തന്നെ എത്തിക്കുക. സ്പൂൺ വെച്ച് ചെയ്യരുത്. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ചെടുക്കുക. ഇനി നമ്മൾ സോസ് ഉണ്ടാക്കുകയാണ്. ഇതിലേക്കുള്ള സോസല്ല, ക്രീമാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. കുറേശ്ശെ വേണം പാലൊഴിച്ച് കൊടുക്കാൻ. കാരണം കോൺഫ്ലവർ ഒന്ന് അരിഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിൽ പാലിലൊന്ന് മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 കപ്പ് പാല്, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ പെട്ടെന്ന് തന്നെ കുറുകി വരുമല്ലോ, കോൺഫ്ലവർ അല്ലേ. അത്യാവശ്യം തിക്കായി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് പഞ്ചസാര വേണ്ട, നമുക്കിതിൽ ക്രീം ചീസ് ചേർക്കാനുള്ളതാണ്. ഇനി പഞ്ചസാരയൊന്ന് അലിയുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ് ആവേണ്ടത്. ഒരുപാടങ്ങ് കുറുക്കിക്കളയരുത്. മാത്രമല്ല ഹൈ ഫ്ലെയിം കൊടുക്കരുത്. ഇതാണ് ക്രീം ചീസ്. നമ്മളിപ്പോൾ ഇതൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. പക്ഷേ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല. ഏകദേശം പകുതി മുക്കാലോളം ചേർത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ചേർക്കണ്ട, അത്രയും നമുക്കിതിന് ആവശ്യമില്ല. ഒരു പകുതി ചേർത്താൽ തന്നെ ധാരാളം മതിയാവും. ഇനി ഇതൊന്ന് ക്രീം ചീസ് ഈ പാലിലൊന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം. ക്രീം ചീസ് അതുപോലെ തന്നെ നമ്മൾ ഫ്രീസ് ചെയ്തതാണ്. അതൊരു മണിക്കൂർ മുമ്പേയൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ശരിക്കും ഒരു ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കരിഞ്ഞു പോവാതെ പ്രത്യേകം സൂക്ഷിക്കണം. ലോ ഫ്ലെയിമിലിടുക. അപ്പോൾ ഇതാ കണ്ടോ, ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണുള്ളത്. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ കുനാഫ ഉണ്ടാക്കുന്ന പാത്രമാണ്. ബട്ടർ അപ്ലൈ ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലത് കാണിക്കാതിരുന്നത്. കാരണം നമ്മൾ ഈ കുനാഫ ഡോയിൽ തന്നെ ഇഷ്ടംപോലെ ബട്ടർ ഉണ്ട്. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം കൂടി ആയതുകൊണ്ട് ബട്ടർ അപ്ലൈ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോ പകുതി മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ.
മൊത്തം ഡോയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. സാവധാനത്തിൽ ഒഴിച്ചു കൊടുക്കുക. കുനാഫയുടെ സൈഡിലേക്കൊന്നും ആവാത്ത രീതിയിൽ സാവധാനം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഡോയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ക്രീം മൊത്തത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ക്രീം എത്ര ഇഷ്ടമുണ്ട് വെച്ചാൽ അത്രയും ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. ചിലർക്ക് ക്രീം അത്ര ഇഷ്ടമുണ്ടാവില്ല. ഏറ്റവും മുകളിൽ ബാക്കിയുള്ള ഡോയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വല്ലാതെ അങ്ങ് പ്രസ് ചെയ്യരുത്. ഇപ്പം ഞാൻ കൈ വെച്ചിട്ട് പതുക്കെ പ്രസ് ചെയ്യണത്. വല്ലാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രീം എല്ലായിടത്തേക്കും സ്പ്രെഡായി പോവും. അപ്പോൾ അത് ചെയ്യരുത്. ഇപ്പോൾ ഫുള്ള് ഡോ ഇട്ട് കൊടുത്തു. ഇനി അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിം ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. മാത്രമല്ല ബട്ടറൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആ കളർ മാറിക്കഴിഞ്ഞാൽ കാണാനും കഴിക്കാനും ഒന്നും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. നമ്മളിനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ്. ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചു. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം ഒക്കെ ചെയ്യാം. ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും. പക്ഷേ ഈ ഒരു കുനാഫയ്ക്ക് ഇത് കറക്റ്റാണ്. ഇതിലേക്ക് 2-3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളവും 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ഏലക്കായും. അതവിടെ കിടന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുനാഫ എന്തായി നോക്കാം. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. കൃത്യം 15 മിനിറ്റ് തീരെ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ കറക്റ്റ് വേവാവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ഇതുപോലെ വേവിച്ചെടുക്കണം. കളറൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ അടിഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി അതിൻ്റെ താഴെ ഭാഗം ഇപ്പോൾ നമ്മൾ നേരത്തെ മുകളിലുണ്ടായിരുന്ന ഭാഗമാണ് ഇപ്പോൾ താഴെ ഉള്ളത്. അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് വേറൊരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്നൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൊടുക്കുക. അപ്പോൾ അവിടെയും കൂടി ഒന്ന് വെന്ത് കിട്ടിക്കോളും. മറ്റേത് മുകൾ ഭാഗം കറക്റ്റായിട്ട് വേവും, പക്ഷേ കളറ് മാറില്ല. അപ്പോൾ ആ കളറൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഇപ്പോൾ ഇതാ 2 ഭാഗം ഒരുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാണ്. സാധാരണ എല്ലാവരും പിസ്താഷ്യൂസ് വെച്ചിട്ടാണ് ക്രഷ് ചെയ്തത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ ബദാമാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് അപ്പോൾ അതാ ഉണ്ടായിരുന്നുള്ളൂ. പിസ്ത വേണമെന്നുണ്ടെങ്കിൽ അതന്നെ ചെയ്യാം. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. സാവധാനത്തിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം ഷുഗർ സിറപ്പ് എത്ര ഒഴിച്ചു കൊടുത്താലും ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് വലിഞ്ഞു പോകും. കാരണം കുനാഫ ഡോയിലേക്ക് എത്ര ഒഴിക്കണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പഞ്ചസാര എത്ര ഇഷ്ടമുണ്ടോ അത്രയും ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇതോടുകൂടി കഴിഞ്ഞു. കുനാഫ റെഡിയായി കഴിഞ്ഞു. കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആ ഡോ കട്ടായി വരണ്ടേ. സാധാരണ കേക്കൊന്നും കട്ട് ചെയ്യണ പോലെ അത്ര ഈസി അല്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്